ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു. നാരായണീയം ദശകം 57 പ്രലംബാസുരവധമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. പ്രലംബനെ അതായത് ഇവർ ദ്വന്ദ്വയുദ്ധം നടത്തി. ഈ കൂട്ടുകാർ തങ്ങളിൽ കൃഷ്ണനും ബലരാമനും 2 പക്ഷമായി നിന്നുകൊണ്ട് കൃഷ്ണൻ്റെ പക്ഷത്തായി അസുരനെ നിർത്തി. അങ്ങനെ ബലരാമനും അസുരനും കൂടെ ആണ് ദ്വന്ദ്വയുദ്ധം നടത്തിയപ്പോൾ ബലരാമൻ ജയിച്ചു. അപ്പോൾ ജയിച്ചവരെ തോറ്റവൻ എടുത്തുകൊണ്ട് നടക്കണം ഒരു നിശ്ചിത സ്ഥലം വരെ. അങ്ങനെ പ്രലംബൻ ബലരാമനെ എടുത്തുകൊണ്ട് നടന്നു. പക്ഷേ ഭഗവാന്റെ കൺവെട്ടത്ത് നിന്ന് മാറി അകലേക്ക് പോയി ആ സ്ഥാനവും കഴിഞ്ഞിട്ട്. കാരണം ഭഗവാന് ഭയമുണ്ട്. അതുകൊണ്ട് ബലരാമനെ വകവരുത്താം എന്ന് കരുതി ആ നിശ്ചിത സ്ഥാനവും കഴിഞ്ഞിട്ട് തന്നെ ദൂരോട്ട് കൊണ്ടുപോയി. നമുക്ക് ഇനി അടുത്തത് എന്താണെന്ന് വായിക്കാം. നമുക്ക് ശ്ലോകം 8 വായിക്കാം. ത്വതു ദൂരം ഗമയന്തം തം ദൃഷ്ട്വാ ഹാലിനി വിഹിത ഗരിമഭരേ ദൈത്യസ്വരൂപം ആകാൽ യത് രൂപാൽ സഖി ബലോപി ചകിതോ ഭൂൽ. ത്വതു ദൂര ഗമയന്തം തം ദൃഷ്ട്വാ ഹാലിനി വിഹിത ഗരിമഭരേ ദൈത്യസ്വരൂപം ആകാൽ യത് രൂപാൽ സഖി ബലോപി ചകിതോ ഭൂൽ. ഭഗവാന്റെ കൺവെട്ടത്തുനിന്ന് ദൂരേക്ക് കൊണ്ടുപോയി. അങ്ങനെ ആ അസുരൻ കൃഷ്ണൻ്റെ കൺവെട്ടത്ത് നിന്നും അകലേക്ക് ഗമിക്കുന്നത് പോയത് കണ്ട ബലരാമൻ്റെ ഉടലിന് കനം കൂടി. കാരണം ബലരാമനും ചിന്തിച്ച് എന്തിനാ എന്നെ ഇങ്ങനെ കൊണ്ട് പോകുന്നത്. അപ്പോൾ ബലരാമൻ എന്ത് ചെയ്തു, ഉടലിന് ദേഹത്തിന് ഒത്തിരിയുടെ കനം കൂട്ടി. അപ്പം വിചാരിച്ചാൽ നടക്കുമല്ലോ, ബലരാമന് അങ്ങനെയാണല്ലോ. കനം കൂടിയപ്പോൾ അവന് ആ ദേഹം വഹിക്കാനാവാതെ വിഷമിച്ചു ഈ അസുരൻ. അപ്പോൾ സ്വന്തം അസുരരൂപം കാട്ടി. ആ അസുരനും എത്ര വേണേലും ഭാരം കൂട്ടാമല്ലോ. അങ്ങനെ അസുരനും അസുരരൂപം കാട്ടി. ആ ഭയങ്കര രൂപം കണ്ട് പേടിക്കുമെന്നും അപ്പോൾ രാമനെ കീഴ്പ്പെടുത്താൻ അവസരം കിട്ടുമെന്നും വിചാരിച്ചാണ് അത്രയും വലിയ രൂപം അവൻ കാട്ടിയത്. ആ രൂപം കണ്ടപ്പോൾ രാമൻ അല്പം ഒന്ന് പേടിച്ചു. ഇനി നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 9. ഉച്ചതയാ ദൈത്യതനോ ത്വന്മുഖം ആലോക്യ ദൂരദോ രാമ വിഗത ഭയോ ദൃഢമുഷ്ട്യാ പ്രജദുഷ്ടം സപതി പിഷ്ടവാനേനം. ഉച്ചതയാ ദൈത്യതനോ ത്വന്മുഖം ആലോക്യ ദൂരദോ രാമ വിഗത ഭയോ ദൃഢമുഷ്ട്യാ പ്രജദുഷ്ടം സപതി പിഷ്ടവാനേനം. ഈ അസുരൻ്റെ ശരീരം പൊക്കമുള്ളതായിരുന്നതിനാൽ അത്രമാത്രം അവന് പൊക്കമുണ്ട്. അതുകൊണ്ട് ദൂരെ നിൽക്കുന്ന നെന്തിരുവടി കൃഷ്ണനെ മുഖം രാമന് കാണാം. അത്രയും പൊക്കം ഉണ്ടായിരുന്നു. ദൂരോട്ട് പോയപ്പം ആ അസുരന് പൊക്കം കൂടിയത് കൊണ്ട് എടുത്തുകൊണ്ട് പോകുമല്ലയോ ബലരാമനെ. അതുകൊണ്ട് നല്ല പൊക്കം ഉള്ളതുകൊണ്ട് കണ്ണനെ ദൂരെ നിന്ന് കാണാമായിരുന്നു. അങ്ങയുടെ മുഖം കണ്ട രാമൻ, അതായത് കൃഷ്ണൻ്റെ മുഖം എങ്ങനെയെന്ന് നോക്കി. അല്പം ഒരു ഭയമുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തതുകൂടാണല്ലോ. ഇവനെ വകവരുത്താൻ പറ്റുന്നതാണോ ഒന്നും അറിയാൻ വയ്യ. അതുകൊണ്ട് ബലരാമൻ കണ്ണനെ ഒന്ന് നോക്കി. പൊക്കം ഉള്ളതുകൊണ്ട് കാണാമായിരുന്നു ഇത്തിരി ദൂരോട്ട് പോയെങ്കിലും. അപ്പോൾ കൃഷ്ണൻ്റെ മുഖം കണ്ട രാമൻ അവിടുത്തെ ഹിതം എന്തെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കി. കാരണം ഭഗവാന്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി കാണും അവനെ വകവരുത്തിയേരേ എന്ന് കാണിച്ച് കാണും, മുഖം കൊണ്ട് ആക്ഷൻ കാണിച്ച് കാണും. അതുകൊണ്ട് ഒരു നോട്ടത്തിൽ തന്നെ, കാരണം ഭഗവാന്റെ മുഖം കണ്ട രാമൻ ഭഗവാന്റെ ഹിതം എന്തെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കി. പെട്ടെന്ന് ഭയം വിട്ട രാമൻ മുഷ്ടി ചുരുട്ടി ഊക്കിൽ പരമദുഷ്ടനായ അസുരനെ ഇടിച്ചു കൊന്നു. കാരണം ആ ഭഗവാന്റെ നോട്ടം കണ്ടപ്പോൾ മനസ്സിലായി ഇനി ഭയക്കേണ്ട കാര്യമില്ല, കൊന്നേരേ എന്ന്. അങ്ങനെ ഊക്കിൽ ഒരിടി മുഷ്ടി ചുരുട്ടി ബലരാമൻ ഈ ദുഷ്ടനെ ഇടിച്ചു. പരമദുഷ്ടനായ അസുരനെ ഇടിച്ചങ്ങ് കൊന്നു. അപ്രകാരം അസുരൻ്റെ ഉദ്ദേശം പാളിപ്പോയി. ഉദ്ദേശം എന്തായിരുന്നു? എടുത്തുകൊണ്ട് അങ്ങോട്ട് ഓടണമെങ്കിൽ, ദൂരേക്ക് പോകണമെങ്കിൽ ബലരാമനെങ്കിലും ഭഗവത്താന്ന് വിചാരിച്ചിട്ടല്ലേ. അതുകൊണ്ട് ഭഗവാന്റെ ഹിതം അനുസരിച്ച് തന്നെ ബലരാമൻ അവനെ ഇടിച്ചു കൊന്നു. അടുത്ത ശ്ലോകം വായിക്കാം.
ശ്ലോകം 10. ഹത്വാ ദാനവവീരം പ്രാപ്തം ബലം ആലിലിംഗിത പ്രേംണ താവന്മിളതോർ യുവയോ ശിരസി കൃതാ പുഷ്പവൃഷ്ടിർ അമരഗണേർ. ഹത്വാ ദാനവവീരം പ്രാപ്തം ബലം ആലിലിംഗിത പ്രേംണ താവന്മിളതോർ യുവയോ ശിരസി കൃതാ പുഷ്പവൃഷ്ടിർ അമരഗണേ. ഇവിടെ ആ വീരനായ പ്രലംബ അസുരനെ നിഷ്പ്രയാസം കൊന്നിട്ട ബലരാമനെ അപ്പം ഒറ്റ ഇടി കൊടുത്തപ്പോൾ ഇടിച്ചങ്ങ് കൊന്നപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്ത് നിഷ്പ്രയാസം കൊന്നിട്ട ആ ബലരാമനെ കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങ് സ്നേഹത്തോടെ ബലരാമനെ കെട്ടിപ്പിടിച്ച് സന്തോഷം അറിയിച്ചു. അങ്ങനെ ആലിംഗനത്തിൽ അമർന്ന് നിന്ന് ഒന്നായി തീർന്ന നിങ്ങൾ രണ്ടുപേരുടെയും ശിരസിൽ ദേവഗണങ്ങൾ പുഷ്പവൃഷ്ടി ചെയ്തു. അപ്പോൾ എന്താ ഭഗവാന്റെ ഹിതം ചെയ്തു. ആര് ചെയ്തു? ബലരാമൻ. നമ്മളെന്തു മനസ്സിലാക്കണം? ഭഗവാന്റെ ഹിതം നമ്മൾ എന്തുവായാലും നിസ്സാരമെന്ന് നമുക്ക് തോന്നും. അത് എന്തുവെന്ന് പക്ഷേ അത് ഭഗവാന്റെ ഹിതമാണെങ്കിൽ നമ്മളും അതറിഞ്ഞ് ചെയ്യാമെങ്കിൽ എന്തു വരും? ഒന്നായിത്തീരാം. ഇവിടെ അങ്ങനെയാണ്. ബലരാമനും ഭഗവാനും ജ്യേഷ്ഠനും അന്യനൊക്കെ തന്നെയാണ്. പക്ഷേ ഒന്നാകണം. എത്ര ജ്യേഷ്ഠനും അന്യനായാലും ഒന്നായിത്തീരുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരനായി ലയിക്കുക, കൃഷ്ണനോട് ലയിക്കുക. ഇവിടെ അങ്ങനെ സംഭവിച്ചത്. അതായത് ഭഗവാന്റെ ഇഷ്ടം എന്താണ്? ഹിതം. ബലരാമനെ ോട് പറഞ്ഞു, മുഖം കൊണ്ട് കാണിച്ചു, അല്പ ഭയത്തോടുകൂടി നിന്നു. പക്ഷേ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഹിതം മനസ്സിലായി. ആ ഹിതം എന്തായാലും അത് അംഗീകരിച്ചു ബലരാമൻ. ഉടനെ അവനെ ഇടിച്ചു കൊന്ന കാരണം എന്താ? അല്ലെങ്കിൽ ഇവിടെ രണ്ടിലൊരാൾ കൊല്ലാനാണ് അയാൾ വന്നേക്കുന്ന കൃഷ്ണനെയാണ്. പക്ഷേ കൃഷ്ണൻ്റെ പക്ഷത്തായിപ്പോയി. കൃഷ്ണൻ മനഃപൂർവ്വം തന്നെ കൃഷ്ണൻ്റെ പക്ഷത്താക്കി ഈ ദുഷ്ടനെ. അതുകൊണ്ട് ഓപ്പോസിറ്റ് ആരായിട്ടല്ലേ പിണങ്ങാൻ പറ്റൂ. അതുകൊണ്ട് ബലരാമൻ്റെ കക്ഷിയിൽ ബലരാമനും കൃഷ്ണൻ്റെ കക്ഷിയിൽ നിന്ന് ഈ അസുരനും നിന്നതുകൊണ്ട് കൃഷ്ണൻ അവിടെ ചെല്ലേണ്ടി വന്നില്ല യുദ്ധത്തിന്. ഇവനുമായിട്ട് ഇതൊന്നും നടത്തേണ്ടി വരത്തില്ല. കാരണം ഭഗവാന്റെ കക്ഷിയിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അത് ഒരു കക്ഷിയാണല്ലോ. അങ്ങനെ വന്നപ്പോൾ എന്ത് വന്നു? ഭഗവാന്റെ ഹിതം എന്താണ്? അത് ബലരാമൻ നിവർത്തിച്ചു. അപ്പോഴെന്ത് വന്നു? അങ്ങനെ ആലിംഗനത്തിൽ അമർന്ന് ആരാ? ഭഗവാനും ബലരാമനും ഹിതം അനുഷ്ഠിച്ചത് കൊണ്ട് അങ്ങനെ അവർ ഒന്നായി തീർന്ന അങ്ങനെ ആ രണ്ടുപേരും അങ്ങനെ എന്തു വന്ന അമരന്മാരെന്ത് ചെയ്തു? ഇത് കണ്ടപ്പോൾ അങ്ങനെ ഭഗവാനും ബലരാമനും ആലിംഗനത്തിൽ അമർന്നു നിന്ന് ഒന്നായി തീർന്ന നിങ്ങൾ രണ്ടുപേരുടെയും ശിരസിൽ, അതായത് ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും ശിരസിൽ ദേവഗണങ്ങൾ പുഷ്പവൃഷ്ടിയും ചെയ്തു. അപ്പോൾ അവർ ഒന്നായി തീരുകയും ചെയ്തു. ദേവഗണങ്ങളെല്ലാം പുഷ്പവൃഷ്ടിയും ചെയ്തു അമരന്മാർ. അത് നമുക്കും എന്താ പഠിക്കണം? ഇതിൽ ഭഗവാന്റെ ഹിതം ചെയ്യാനാണ് നമുക്ക് പഠിക്കേണ്ടുന്നത്. എന്തുവായാലും നമ്മൾ ഈശ്വരൻ്റെ ഹിതം, വലിയ കാര്യം നമ്മളെ കൊണ്ട് പറ്റത്തില്ല, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പറ്റുമല്ലോ. അപ്പോൾ ഈശ്വരന് എന്താണ് ഇഷ്ടം അത് നമ്മൾ ചെയ്യണം. ആരെയും അടിച്ചു കൊല്ലണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഈശ്വരൻ്റെ ഹിതം എന്താണെന്ന് വെച്ചാൽ ചെറുതായ കാര്യമായാലും അത് ഭഗവാൻ ഇഷ്ടമുള്ളതാണോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടേ ഒരു വാക്ക് കൊണ്ട് പോലും ഒരാളെ എന്തെങ്കിലും പറയണമെങ്കിൽ പോലും അത് ഈശ്വരന് ഇഷ്ടപ്പെടണം. കാരണം ഇവിടെ ബലരാമനെ കൊണ്ട് എന്താണ് അവനെ കൊല്ലിച്ചത്? ചിലപ്പോൾ നമുക്ക് ചെറിയൊരു കാര്യമായാലും ഒരാളെ വഴക്ക് പറയണമെന്ന് ഭഗവാൻ ഹിതം ഉണ്ടെങ്കിൽ നമ്മൾ വഴക്ക് പറയണം. ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്ത് നീ നല്ല ഒരു 2 അടിയോ അല്ലെങ്കിൽ നല്ല 2 ഗുണദോഷങ്ങളോ കൊടുക്കുന്നത് ഈശ്വരൻ ഹിതമാണ് എങ്കിൽ നമ്മൾ ചെയ്യണം. ഇവിടെ അങ്ങനെ ഇപ്പോൾ ബലരാമനോട് ബലരാമനോട് പറഞ്ഞ് മുഖം കൊണ്ട് കാണിച്ചു, ആംഗ്യം കാണിച്ചു. ബലരാമൻ മറ്റവനെ കൊന്നേരേന്ന്. അപ്പോൾ മനസ്സിലായി ഭഗവാന്റെ ഹിതം അതാണ് സംഭവം. അല്ലാതെ അവിടെ അവനെ തട്ടി വിടാനല്ല. നമുക്കും അതുപോലെ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് നമ്മളൊരു ഭക്തനായതുകൊണ്ട് അങ്ങനെ വരുത്തിക്കൂടാ എന്നല്ല. അവരൊരു ഭക്തനാണ്. എന്തുകൊണ്ട് അവരെ അങ്ങനെ പള്ളു പറഞ്ഞു, അല്ലെങ്കിൽ അവർ കുട്ടികളെ എന്തിനാ അടിച്ചത്? അവർ ഭക്തനേ അല്ല. പക്ഷെ നമ്മൾ തെറ്റ് കാണുമ്പോൾ അവിടെ ന്യായമാണോ അത് ഭഗവാന്റെ ഹിതമാണോ? അവിടെ ന്യായമാണെങ്കിൽ അത് ഈശ്വരൻ്റെ ഹിതമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഹിതം അനുഷ്ഠിക്കണം. അതാണ് ഒരു യഥാർത്ഥ ജ്ഞാനി അങ്ങനെ ചെയ്യണം. വെറുതെ ഒന്നും അറിയാത്ത ഒരു മനുഷ്യനെ പോലെ കഴിഞ്ഞ് ആർക്കും കൊള്ളാത്തതായി കഴിയല്ല നമ്മൾ വേണ്ടുന്നത്. അവർക്ക് ഉപകാരമാവണം. നാട്ടിനും വീട്ടിനും എല്ലാവർക്കും ഉപകാരമാണ് നമ്മൾ ചെയ്യാൻ. ഒരു കുറ്റം കണ്ടാൽ അത് ശിക്ഷിക്കണം. അതിനെ ശിക്ഷിക്കേണ്ടതാണെങ്കിൽ അന്യരെ ശിക്ഷിച്ചാൽ നമുക്ക് അടി കിട്ടും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ, നമുക്ക് അവകാശപ്പെട്ടവരെ, ഈ വന്ന ലോകം അങ്ങനെ എല്ലാവരും നമുക്ക് അവകാശമുള്ളവരല്ലല്ലോ. മറ്റുള്ളവരെ നമുക്ക് നന്നാക്കാൻ എളുപ്പമല്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം? നമുക്കുള്ളവരായാലും നമുക്ക് അർഹതപ്പെട്ട നമ്മുടെ കുട്ടികളെയോ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ഒക്കുന്ന ഹിതം, ഭഗവാന്റെ ഹിതം നമ്മൾ അനുഷ്ഠിച്ചില്ലെങ്കിൽ എന്ത് വരും? അവിടെ നമ്മൾ എന്തിനാ വന്നേക്കുന്നത്? ഇവിടെ ഈശ്വരൻ്റെ ഹിതം ചെയ്യാനല്ലേ വന്നേക്കുന്നത്. അപ്പോൾ അവിടെ അറച്ച് നിൽക്കാൻ പറ്റുമോ? തെറ്റെന്ന് പറയണ്ടേ? അത് നമുക്ക് വേണം. എന്നാലേ ഒരു യഥാർത്ഥ
ജ്ഞാനി ആകത്തുള്ളു. വെറുതെ വനത്തിൽ പോയി തപസ് ചെയ്ത് ആരെയും ഒന്നും കണ്ടില്ല കേട്ടില്ല ഇരുന്നിട്ട് കാര്യമില്ല. എപ്പോഴും ഭഗവാന്റെ വർക്കുകൾ നമ്മൾ എന്താണ് നമ്മളെ നിത്യമേയുള്ള ജോലികൾ കർമ്മങ്ങൾ എല്ലാം ഈശ്വരാർപ്പണമായി അർപ്പിച്ചും കൊണ്ട് വേണം ഈശ്വരനെ പ്രാർത്ഥിക്കാൻ. ആ ഒരു ഭക്തന് മാത്രമേ യഥാർത്ഥ ഭക്തനാവുകയുള്ളൂ. ഈ കല്ലും മുള്ളും നിറഞ്ഞ ഈ ജീവിതത്തിൽ കൂടി വേണം ഈശ്വരനെ അറിയാൻ. അതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക, അതിന് അത്ര മിടുക്ക്. ഈശ്വരനെ അങ്ങനെ അറിയുന്നൊരു വ്യക്തിയുടെ അത്ര ഗുണം വനത്തിൽ പോയി തപസ്സുന്നവർക്കില്ല. കാരണം അവർക്ക് അവിടെ ചുമ്മാതെ ഇരുന്നാൽ മതി, ഇതൊന്നും കാണുകയും കേൾക്കുകയും വേണ്ട. നമ്മളാണ് ഒരു ഗൃഹത്തിൽ ഒരു ഗൃഹനാഥയായിട്ട് കഴിയുന്ന, അല്ലെങ്കിൽ ഒരു ഗൃഹനാഥനായിട്ട് കഴിയുന്നവർക്ക് എല്ലാം തരണം ചെയ്യണം. മക്കളെ നോക്കണം, അവരുടെ കുഞ്ഞുങ്ങളെ നോക്കണം, ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നിറവേറ്റി പോകണം. അല്ലാതെ കുറ്റം ചെയ്ത മക്കളെ ശിക്ഷിക്കാതെ തട്ടിത്തടയി അവരെങ്ങനെയോ പോട്ട് നമുക്ക് ഈശ്വരനെ ആരാശം ഇങ്ങനെ കുത്തിയിരിക്കുക എന്നല്ല കരുതേണ്ടുന്നത്. ഇവിടെ ഈശ്വരൻ്റെ ഇഷ്ടം നന്മയാണ്. ആ നന്മ നമ്മൾ ചെയ്യണം. നമുക്ക് അടുത്ത ശ്ലോകം കൂടെ വായിക്കാം. ശ്ലോകം 11. ആലംബോ ഭുവനാനാം പ്രാലംബം നിധനം ഏവ ആരചയൻ കാലം വിഹായ സദ്യോ ലോലംബരുചേ ഹരേ ഹരേ ക്ലേശാൻ. ആലംബോ ഭുവനാനാം പ്രാലംബം നിധനം ഏവ ആരചയൻ കാലം വിഹായ സദ്യോ ലോലംബരുചേ ഹരേ ഹരേ ക്ലേശാൻ. ഇവിടെ ഭട്ടതിരിപ്പാട് അവസാനം എന്താ പറയുന്നത്? ഇതെല്ലാം ഭഗവാനോട് പറഞ്ഞിട്ട് പറയുന്നു, അല്ലയോ അളിവർണ്ണ ദുഃഖാപഹാരിൻ കൃഷ്ണ ഗുരുവായൂരപ്പ, ലോകങ്ങൾക്കെല്ലാം ആശ്രയഭൂതനായ അങ്ങ്, അതായത് ഈശ്വരൻ, പ്രലംബവധം വേണ്ട പോലെ ആചരിച്ച് ലോകരക്ഷ ചെയ്തു, ലോകത്തിന് വേണ്ടി നന്മ ചെയ്തു, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഇത്രയും ചെയ്തു. അങ്ങ് ഇനി വേഗത്തിൽ കാത്തിരിക്കാതെ എന്നെ, അതായത് എൻ്റെ ക്ലേശങ്ങളെ അകറ്റി തന്നിട്ട് എന്നെ രക്ഷിക്കണമേ. കാരണം ഈ ലോകത്തിന് വേണ്ടുന്ന എല്ലാം ഭഗവാൻ കണ്ണൻ ചെയ്യുന്നുണ്ടല്ലോ, ഇനി വേഗത്തിൽ എന്നെ കൂടി രക്ഷിക്കണമേ എന്ന് പറയുന്നു. നമ്മളും ഇങ്ങനെ പറയണം. നമുക്ക് ഭഗവാനെ ഇങ്ങനെയുള്ള ഇതും നമ്മൾ എന്നും പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഭഗവാൻ ലോക നന്മയ്ക്ക് വേണ്ടി ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിച്ച് ജനങ്ങൾക്ക് സന്തോഷം കൊടുക്കുന്ന ഭഗവാനെ ഓരോരുത്തർക്കും എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ എന്നെയും വേഗത്തിൽ തന്നെ എൻ്റെ ദുരിതങ്ങളിലും നിന്നെല്ലാം എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.